ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇപ്പൊ ആ സ്ഥലവും വീട്ടിലുള്ളവരും നമ്മുടെ പ്രത്യേക അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണത്തിലാണ്. എന്തായാലും ഞാൻ ഈ സ്ഥാനത്തിരിക്കുമ്പോ അവിടെ മറ്റു രീതിയിലുള്ള ഒരു ബിസിനസ്സും നടത്താൻ ഞാൻ സമ്മതിക്കില്ല. ഹായ് അച്ഛാ. ഞാൻ പറഞ്ഞത് വാങ്ങിച്ചോ? അത് പിന്നെ അച്ഛൻ മറക്കൂ. ഹായ്, താങ്ക് യു അച്ഛാ. ഓ, അപ്പ പറഞ്ഞാൽ വാങ്ങിച്ചോണ്ട് വരുമല്ലേ? എന്റെ കുട്ടിയുടെ കാര്യം കേട്ടില്ലേ അച്ഛന് മറ്റെന്ത് കാര്യവും? ഇത് തരാൻ വേണ്ടിട്ടല്ലേ ഞാൻ ഇവിടെ ഓടി വന്നേ. മോനെ, ശാലിനി വരാൻ വൈകും. രണ്ടുപേർക്കും ചോറ് എടുക്കട്ടെ. വിശപ്പായിട്ടില്ല ശരതമ്മ. എന്തായാലും ഇവിളിക്കെടുത്തേക്ക്. ഞാൻ കഴിക്കാനൊക്കെ തന്ന സമയം പോവും. രാത്രി ഓട്ടമുള്ളതാ. എനിക്ക് ഒട്ടും വിശപ്പില്ല ശാരദാമ്മേ. അപ്പൊ രണ്ടുപേർക്കും വേണ്ട. ഇപ്പൊ വേണ്ട. ശരി ഇതാ മോനെ, ശ്യാമ മോളെയും വിളിച്ച് രോഹിത്തിന്റെ അടുത്തേക്ക് പോയിട്ടുണ്ട്. എന്തൊക്കെയാ അവിടെ ഉണ്ടാകുമെന്ന് ദൈവത്തിനറിയാം. നല്ല ബുദ്ധി തോന്നി അവളോടും കുഞ്ഞിനോടും ഒക്കെ സ്നേഹത്തോടെ പെരുമാറിയാ മതിയായിരുന്നു. ദൈവം പോലും പൊറുക്കാൻ പറ്റാത്ത കാര്യങ്ങളാ അവന്റെ കൂട്ടരും കൂടി അവിടെ ചെയ്തു വെക്കുന്നേ. നീ അതിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അവൻ സ്വയം ചിന്തിച്ച് എന്തെങ്കിലും തീരുമാനത്തിലെത്തണം. അല്ലാതെ എന്താ ചെയ്യ? അവനവന്റെ ജീവിതം നോക്കാനുള്ള കെൽപ്പില്ലെങ്കിൽ പിന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോനെ. വല്ലവരും പറയുന്ന കേട്ട് ജീവിക്കാനാണ് അവൻ ഇനിയും ശ്രമിക്കുന്നതെങ്കിൽ എനിക്കറിയില്ല എന്റെ മോളുടെ ജീവിതം എന്താവുമെന്ന്. വിഷ്ണുട്ടാ, ആ മോള്. ആഹാ, ചോക്ലേറ്റ് ഒക്കെ കിട്ടിയല്ലോ. ഈ മധുരം മുഴുവൻ കഴിച്ചിട്ട് പല്ല് മുഴുവൻ നാശാക്കണ്ട കേട്ടോ. ഓ അതെ, 2 ചോക്ലേറ്റ് കഴിച്ചു എന്ന് വെച്ചിട്ടൊന്നും എന്റെ മോളുടെ പല്ല് നാശാവാൻ പോണില്ല അല്ലേ? അത് തന്നെ, അങ്ങനെ പറഞ്ഞു കൊടുക്കച്ചാ. അച്ഛനെ പറ്റിയ മോള് തന്നെ. അല്ല, വിഷ്ണുട്ടൻ എപ്പോ വന്നു? ആ, അത് രാത്രിയിലൊരു ഓട്ടം ഉണ്ട്. അപ്പൊ അതിനായിട്ട് ഇറങ്ങിയപ്പോ ഇങ്ങോട്ട് കയറിയതാ. ഇവൾക്ക് ചോക്ലേറ്റും കൊണ്ട് വന്നതായിരിക്കും. ഈ ഇവിടെയായിട്ട് പെണ്ണിന് ചോക്ലേറ്റ് കഴിപ്പത്തിരി കൂടുതലാ. ശ്യാമയും മോളും രോഹിത്തിന്റെ അടുത്തേക്ക് പോയ കാര്യം വിഷ്ണുവിനോട് സംസാരിച്ച് നിൽക്കുമായിരുന്നു. ആ വീട്ടിൽ പലതും നടക്കുന്നുവെന്ന് അറിവ് കിട്ടിയിട്ട് ഞാൻ അന്വേഷിക്കാനായിട്ട് ആളെ വിട്ടതായിരുന്നു. പക്ഷെ ഒന്നും കണ്ടെത്താനായില്ല. അതെങ്ങനെയാ? ഏറ്റവും കൂടുതൽ ചാരന്മാരുള്ള നിങ്ങളുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെയാ. അതിൽ പകുതിയിലധികം പേരും ചന്ദ്രബോസിനും സുസ്മൃതിക്കും വേണ്ടി പണിയെടുക്കുന്നവരും. ഉപേന്ദ്രനും ചന്ദ്രബോസും കൂടി ഇനി എന്തൊക്കെ കള്ളക്കളി കളിച്ചാലും പുറം ലോകം അറിയാത്തതിന്റെ കാരണം അവരുടെ ഈ ബെൽറ്റിന്റെ ശക്തിയാ. അവർക്കെതിരെ എന്ത് നീക്കം ആര് നടത്തിയാലും ആ നിമിഷം ചന്ദ്രബോസ് അറിയും. ഞാൻ ഇറങ്ങ. വിഷ്ണുട്ടാ, ഇപ്പൊ ആ സ്ഥലവും വീട്ടിലുള്ളവരും നമ്മുടെ പ്രത്യേക അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണത്തിലാണ്. എന്തായാലും ഞാൻ ഈ സ്ഥാനത്തിരിക്കുമ്പോ അവിടെ മറ്റു രീതിയിലുള്ള ഒരു ബിസിനസ്സും നടത്താൻ ഞാൻ സമ്മതിക്കില്ല. ആ വീടിന്റെ പവിത്രത ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുത്തില്ല. ആ വീടിന് വേണ്ടി ഞാൻ അത്രയെങ്കിലും ചെയ്യണ്ടേ വിഷ്ണുട്ടാ? ഒരുപാട് കമ്മിറ്റ്മെന്റുകൾ പലരോടും നടത്തിയിട്ടാ ഈ വീട് ലേലത്തിൽ പിടിച്ചതും ഇവിടെ ഇങ്ങനെ ഒരു ബിസിനസ് നടത്താൻ നമ്മൾ പ്ലാൻ ചെയ്തതും. അതൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലെ ആവുമെന്നാ. ആ ജോൺ അബ്രഹാം കൊടുത്ത കാശിന് നന്ദി കാണിക്കാനായി മുൻകൂട്ടി കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടാ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്. അസിസ്റ്റന്റ് സിറ്റി പോലീസ് കമ്മീഷണറിന്റെ അധികാര പരിധിക്ക് മുകളിൽ നിന്നുള്ള കളിക്ക് ചിറ്റപ്പനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ചിറ്റപ്പന്റെ ഡിപ്പാർട്ട്മെന്റിൽ ചിറ്റപ്പനോട് കൂറുള്ളവർ കുറഞ്ഞു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇല്ലെങ്കിൽ ഇങ്ങനൊരു നീക്കം ചിറ്റപ്പൻ അറിയേണ്ടതല്ലേ? അല്ലെങ്കിൽ ചിറ്റപ്പനെ മൊത്തത്തിൽ ഒതുക്കി നിർത്തിക്കൊണ്ടായിരിക്കും ശാലിനി കാര്യങ്ങൾ തീരുമാനിച്ചത്. ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ശാലിനി ആ കസേരയിൽ ഇരുന്ന ഇവിടെ ഒരു പണിയും നടക്കില്ല. എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം.
സുസ്മിത പറഞ്ഞത് കറക്റ്റാ. അവൾ പണിയാൻ തന്നെയാ വന്നിരിക്കുന്നത്. കത്തിക്ക് പൂളിയത് നമ്മളാണെന്നൊക്കെ അവൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഉടനെ ചാടി അവൾക്കെതിരെ ഒന്നും ചെയ്യാനും പറ്റില്ല. ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയല്ലേ അവള്. പച്ചവെള്ളം കണ്ടാലും പേടിക്കും. അതുകൊണ്ട് ഒരു അറ്റാക്ക് അവൾക്ക് നേരെ ഉടനെ എടുക്കാൻ പറ്റില്ല. പെട്ടാ പെട്ടതാ. ഇവിടെ പഴയ ഒരു ഹിറ്റ് പടത്തിലെ ഡയലോഗ് ഓർമ്മ വരുന്നത്, കൈ പോയാൽ തലയ്ക്ക് വേദനിക്കും. അതുകൊണ്ട് ആ കൈ അങ്ങ് വെട്ടിക്കളഞ്ഞേക്കുന്നു. അപ്പൊ തലയ്ക്ക് വേദനിക്കണമെങ്കിൽ കൈ വെട്ടിയാൽ മതിയല്ലോ. അതിനെന്താ മാർഗമെന്ന് ആലോചിക്കും. ചിറ്റപ്പൻ എന്താ ഉദ്ദേശിക്കുന്നത്? ശാലിനിയുടെ കസേരയില് ഒരു ഇളക്കം വരണം. അതിന് സത്യസന്ധമായും കൃത്യനിഷ്ഠയോടും കൂടി ജോലി നോക്കുന്ന ഒരു ജില്ലാ കളക്ടറുടെ പേരിൽ ഒരു കള്ളക്കേസ് ഉണ്ടാക്കാനേ വലിയ പാടാ. പകരം ജില്ലാ കളക്ടറുടെ വലം കൈയായിട്ടുള്ള ഒരാൾക്ക് ഒരു അഴിമതിയിലോ മറ്റു വല്ല ഇല്ലീഗൽ ബിസിനസ്സിലോ പങ്കാളിത്തം ഉള്ളതായിട്ട് തെളിയിക്കാൻ കഴിഞ്ഞാൽ, നമുക്ക് തെളിയിക്കാൻ പറ്റിയാൽ, പിന്നെ കാര്യങ്ങൾ എളുപ്പമായില്ലേ? ഈ കരയിൽ പിടിച്ചിട്ട മീൻ പോലെ ശാലിനി കിടന്ന് പിടയ്ക്കുന്ന നിനക്ക് കാണണ്ടേ? കാണണം. അതിനുള്ളൊരു വഴിയാ ഞാൻ ചോദിക്കുന്നത്. പെട്ടെന്നൊന്നും ഊരിപ്പോകാൻ പറ്റാത്ത തരത്തിലുള്ള പൂട്ടായിരിക്കണം ഇനി നമ്മൾ പൂട്ടേണ്ടത്. നമ്മളിവിടെ അനധികൃതമായി മദ്യമുണ്ടാക്കുന്നു എന്നതാണല്ലോ നമുക്കെതിരെ ആരോപിക്കുന്നത്. നമ്മൾ മദ്യം ഉണ്ടാക്കാൻ പെടാപ്പാടുപെടുന്ന സർക്കാരിന് ഒരു കൈസഹായം ചെയ്യാൻ പോയതാണെന്ന് അവരുണ്ടോ അറിയുന്നു. ഈ ബിസിനസ്സുകളെല്ലാം നടക്കണമെങ്കിൽ ശാലിനി ആ കസേരയിൽ നിന്ന് മാറി നിൽക്കണം. ഞാനിപ്പോഴും ആ ഗോൾഡൻ ചാൻസ് നഷ്ടപ്പെടുത്തിയതിനെ കുറിച്ച് ചിന്തിക്കുക. അന്നത്തെ കുത്ത് 2 ഇഞ്ച് കയറ്റി കുത്തിയിരുന്നെങ്കിൽ ഇന്നിപ്പോ 16 നടത്തി അസ്ഥിത്തറയിൽ തുളസിയും കിളിർത്തേനെ. തീർന്നു. കണ്ടില്ലേ, മൊത്തത്തിൽ തീർന്നു. തീർന്നു. എവിടെ മദ്യവിടെ? ഇവിടെ മദ്യപ്പുഴ ഒഴുക്കുമെന്ന് പറഞ്ഞിട്ട് പേരിന് ഇവിടെ ഒരൊറ്റ കുപ്പി പോലും ഇല്ല. ഇതെല്ലാം ആര് കൊണ്ടുപോയി? രോഹിത്തെ, ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ നിനക്കറിയാലോ. കുപ്പികളൊക്കെ വരും. പക്ഷെ അതിനു മുമ്പ് ചില ആവാഹന കർമ്മങ്ങളൊക്കെ ഇവിടെ നടത്താനുണ്ട്. ചിലരെ ആവാഹിച്ച് കുപ്പിയിലാക്കി ഒഴുക്കേണ്ടി വരും. അത് കഴിഞ്ഞ എല്ലാം പഴയതുപോലെ ആവും. പക്ഷെ അതുവരെ തൊണ്ട നനയ്ക്കാനേ ഒരു പെഗ്, അല്ലെങ്കിൽ പോട്ടെ ഒരര പെഗെങ്കിലും. ചുമ്മാ അല്ലല്ലോ, അന്തസ്സായിട്ട് തെണ്ടിയിട്ടല്ലേ. അല്ല, ഈ ചന്ദ്രബോസ് സാറേ, സാറിന്റെ കോട്ട തന്നാലും മതി. എടാ, മദ്യത്തിൽ നിന്നെ മുക്കി കിടത്താം. ഒരു മാസം അടിച്ചു തീർത്താ തീരാത്ത അത്രയും മദ്യം കൊണ്ടുവന്ന് നിന്റെ കട്ടിൽ നിരത്തിയിടാം. ഒരേ ഒരു കാര്യം ചെയ്യാൻ നിനക്ക് സാധിക്കൂ. ശാലിനി നിനക്കൊന്ന് കൊന്നു തരാവോ?